എല്ലാവർക്കും സ്വാഗതം. ഇത് ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMT. ക്രമസമാധാനം കേരളത്തിൽ ഒരു ചോദ്യചിഹ്നമാകുന്നു. പല സ്ഥലങ്ങളിലും സദാചാര സംരക്ഷകർ തെരുവിലിറങ്ങുന്നു. സദാചാര ഗുണ്ടായിസം എന്ന ആളുകൾ പേരിട്ട് വിളിക്കുന്ന ഈ പരിപാടിയെക്കുറിച്ചൊരു ചർച്ച കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾ കണ്ടു. ഇപ്പോൾ അതിൻ്റെ അവസാന ഭാഗം. ചില നഗരങ്ങളിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പരസ്യമായി ആളുകൾ ചുംബിക്കുന്നു. അവിടെയൊക്കെ ശിവസേന പ്രവർത്തകർ ചെന്ന് പ്രശ്നമുണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ സ്വകാര്യതയിൽ മൂന്നാമതൊരാൾക്ക് ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ സ്വകാര്യത എന്ന് പറയുമ്പോൾ അത് പൊതുനിരത്തിലാവാൻ പാടില്ല. സദാചാരം എന്ന് പറയുന്ന ഒരു സേനയും ഏൽപ്പിച്ചിട്ട് ഇവിടെ പോലീസ് തന്നെ. ശരിക്കും പറഞ്ഞാൽ സദാചാര ഗുണ്ടായിസം എന്ന പേര് പോലും തെറ്റാണ്. സദാചാര പോരാട്ടമാണ് അവർ നടത്തുന്നത്. അങ്ങനെ ഒരു സംഭവത്തിനോട് റെസിസ്റ്റ് ചെയ്യണ്ട എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അവരുടെ പ്രണയത്തിലേക്ക് മൂന്നാമതൊരാളോ ഒരു രാഷ്ട്രമോ നിയമമോ കടന്നു ചെല്ലുന്നത് എന്താണ്? അത് അവരുടെ പ്രൈവസിയാണ്. പ്രൈവസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാൻ വേണ്ടിയിട്ട് സമൂഹം തരുന്ന ഒരു ലൈസൻസ് ആയിട്ട് ഒരു സംഘടനയും സദാചാരത്തിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുക്കേണ്ട ആവശ്യം കേരളത്തിലും ലോക സമൂഹത്തിലും ഇല്ല. ഈ സമരം നടന്നതിന്റെ അന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്ന ചിത്രം എന്തായിരുന്നു അറിയാമോ? ഒരു രണ്ടുപേര് തമ്മിൽ ചുംബിച്ച് നിൽക്കുന്നതാണ് സ്വാതന്ത്ര്യം നേടി വിജയിച്ചിരിക്കുന്ന പോലെ. ഈ ചുംബന സമരത്തിൽ പങ്കെടുത്ത ആളുകളെ വ്യക്തിപരമായിട്ട് അതെങ്ങനെ ഒരു സമരമായിട്ട് പറയാൻ സാധിക്കും? ഈ ഉമ്മ സമരം നടത്തി കേരളത്തിലെ ഏതെങ്കിലും അമ്മയോ ഉമ്മയോ ഈ സമരത്തെ അനുകൂലിക്കുന്നുണ്ട്? ഈ സദാചാരം പറയുന്ന ആൾക്കാർ പൊതുവെ ഒരു തരം ഫ്രസ്ട്രേഷൻ ആണ്. മറ്റുള്ളവരുടെ പ്രൈവസിയിൽ എത്തി നോക്കാനുള്ള സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. ഒരു വിവാഹിതയല്ലാത്ത പെൺകുട്ടിയെയും ഒരു പരപുരുഷൻ ചുംബിക്കുന്നത് കാണാൻ ഒരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നില്ല. ഞാനും വൈഫും കുട്ടിയായിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിൽ പോകും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോഴും വൈഫ് എന്നോട് പറഞ്ഞാണ്, ആ കുട്ടിയെ കണ്ടാല് ചൂരൽ കൊണ്ട് രണ്ട് അടി കൊടുത്തിട്ട് ഓടിക്കാൻ തോന്നുന്നു അവിടെ എന്റെ അടുത്ത്. നിങ്ങളുടെ മാന്യമായിട്ടുള്ള പ്രണയത്തിന് എന്തിനാണ് കുട മറച്ചു വെക്കുന്നത്? കുട മറച്ചു വെക്കേണ്ട കാര്യം എന്തോ അവിടെ ഉണ്ട്. ചുംബന സമരത്തിൽ ഞാൻ പോയിരുന്നു. എന്റെ വീട്ടില് അച്ഛനമ്മമാര് വഴക്കുണ്ടാക്കാറുണ്ട്. അവര് തമ്മിൽ അടിയും ബഹളവും ഉണ്ടാവാറുണ്ട്. എല്ലാം കഴിഞ്ഞ് എന്റെ അച്ഛൻ അമ്മയെ ചേർത്ത് പിടിച്ച് വയ്ക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അമ്മയെ അച്ഛനും ചുംബിക്കുന്നത് കണ്ടത് കൊണ്ടാണോ പരസ്യമായിട്ട് കാണുന്നവരെയൊക്കെ ചുംബിക്കുവാനുള്ള സ്നേഹം? ചുംബനം എന്നുള്ളത് ഈ ഷെയ്ക്കൻഡ് കൊടുക്കുന്ന പോലെ ആലിംഗനം ചെയ്യുന്ന പോലെ ഹോമോസാപ്പിയൻസ് എന്നുള്ള വർഗം സ്നേഹം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ചുംബനം. അപ്പോൾ ഇതിനെ ലൈംഗികതയായിട്ട് കാണുന്നത് വീട്ടിൽ നിന്ന് ചുംബനം കിട്ടാതെ വളർന്നത് ഈ പോൺ സൈറ്റിൽ നിന്ന് ചുംബനം കാണുന്നവരാണ് ഇതിനെ ലൈംഗികതയായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ ചുംബിക്കുമ്പോൾ എന്താ ചിന്തിച്ചെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? മോനെ, നീ താമസിക്കുന്ന കേരളത്തിലാണ്, അത് മറക്കരുത്. കേരളത്തിൽ ഇത്തരം വാദങ്ങൾ ഞാൻ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഇല്ല 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 നമുക്ക് നിങ്ങളെ ഇപ്പൊ യൂണിവേഴ്സൽ പേഴ്സണാണ്. പ്രസ്ഥാനം കാരണം ഇവിടുത്തെ രക്ഷകർത്താക്കളുടെ തീ കോരിട്ടിരിക്കുകയാണ്. നിങ്ങളത് സമാധാനം പറയണം. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് മുന്നില് രക്ഷകർത്താക്കൾ ഒരു വലിയ തീ കൊണ്ട് നിങ്ങൾ സമാധാനം പറയും. ലവ് കൊണ്ട് നിങ്ങളുടെ പേരൻസിനെ ഞങ്ങൾക്ക് കാണണം. ഇപ്പൊ എന്റെ മകൾ വളർന്ന് വലുതായി നല്ലൊരു നിലയിലെത്തുമ്പോ ആ കുട്ടിയെടുത്ത് നാട്ടുകാർ അല്ലെങ്കിൽ ആ കുട്ടി വെച്ചിട്ടാണ് പറയുന്നത് നല്ലൊരു അച്ഛന്റെ അമ്മയുടെ മകളായിട്ട് വളർന്നു. പേര് നാളെ കിട്ടേണ്ടത് ഞാനിപ്പോ കോളേജിലെ പ്രൊഫസർ ആയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കാണ്. എന്റെ കുട്ടി വളർന്നു വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് കിട്ടേണ്ടത് എനിക്കും എന്റെ ഭാര്യയ്ക്കുമാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അച്ഛനമ്മയെ പറയട്ടെ എന്റെ മക്കള് ചെയ്യുന്നത് നല്ലതാണെന്ന്. അംഗീകരിക്കാൻ കഴിയില്ല. ചുംബന സമരം കണ്ടുകൊണ്ട് ഒരിക്കലും കുട്ടികൾ വഷളാവെന്ന് പറഞ്ഞതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ, നെറ്റില്, ഫോണുകളിലൊക്കെ തന്നെ ഫോൺ സൈറ്റുകൾ ധാരാളം ഉണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് എത്രമാത്രം അവൈലബിൾ ആണ്, അതിന് നിരോധിച്ചിട്ടില്ല. ലൈവായി കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം ഉണ്ടാകുന്നു, സ്ക്രീനിൽ കാണുമ്പോൾ കുഴപ്പമില്ല. അത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഏറ്റവും കൂടുതൽ ഫോൺ സൈറ്റുകൾ കാണുന്നത് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ നിങ്ങളെ പോലെയുള്ള വഞ്ചിച്ചാണ് ഉണ്ടാക്കിയത്. പാവപ്പെട്ട പെൺകുട്ടികളാണ്. മനസ്സിലാക്കുക. സമൂഹം കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല.
ഒരു അമ്മച്ചി വരട്ടെ എപ്പോഴും നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മതി. അനുവദിക്കാൻ പറ്റുന്നതല്ല. 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ കാണുമ്പോഴും കുട്ടികൾ എന്തെങ്കിലും ചുംബനൊക്കെ ഉള്ളതെന്ന് അവരെ എഴുന്നേറ്റ് മാറുകയാണ് പതിവ്. ഇത് ഒരിക്കലും പരസ്യമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ല. നമ്മുടെ സ്വകാര്യതയിൽ ചെയ്യേണ്ട കാര്യമാണ് ചുംബനം. എനിക്കത് പറയണമെങ്കിൽ ഒരു സിനിമ എടുത്ത് പറയേണ്ടി വരും. നമ്മുടെ ലാലേട്ടന്റെ സിനിമ ഇപ്പൊ തൊട്ടടുത്ത് റിലീസായ സിനിമയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. അതിലുണ്ടായ ഒരു കഥാതന്തുവില് മോഹൻലാൽ അമ്മ ചോദിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പരസ്പരം കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടാണോ നമ്മുടെ കുഞ്ഞ് വഴി തെറ്റിയതെന്ന്. സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാൽ പറയുന്നുണ്ട്, അച്ഛനും അമ്മയുടെ ഈ സ്നേഹം കണ്ടു വേണം അവർ വളരാൻ എന്നുള്ളത്. സിനിമ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് നല്ല ഹിറ്റായി ഓടിയ പടമാണ് ലാലേട്ടന്റെ. അച്ഛനും അമ്മയും തമ്മിൽ ചുംബിക്കുന്നു എന്ന് ആ കുട്ടി പറഞ്ഞല്ലോ. ശരി, ഈ ചേച്ചി അതിനെ എതിർത്തു, മക്കളുടെ മുമ്പ് വെച്ച് ചുംബിച്ചതിന്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കൊച്ച് ഒരു 2 വയസ്സോ 3 വയസ്സോ ഉണ്ടാവുള്ളൂ. ഞാൻ ആ കുട്ടിയെ ഒന്ന് പബ്ലിക്കായിട്ട് ചുംബിച്ചു. ഇവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ രീതിയിൽ കാണാൻ പഠിക്കുക. ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങളെ കണ്ടു നോക്കാൻ. ഒരു കാര്യമുള്ള ആ സാർ ചോദിച്ച പോലെ ഇവരെയൊക്കെ രക്ഷകർത്താക്കളെ ഒന്ന് കണ്ട് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷകർത്താക്കളെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞുമായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നമുക്ക് തിരക്കാൻ? അച്ഛനും അമ്മയും വഴക്കൂടി കഴിഞ്ഞിട്ടുള്ള ആ ആശ്വാസം, അതിൽ സാന്ത്വനത്തിന്റെ ഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്ലാതെ ലിപ് ലോക്ക് അല്ല. കഴിഞ്ഞ ദിവസം നടന്ന ചുംബന പ്രതിഷേധത്തിൽ ഞാൻ ചുംബിച്ച 40-ൽ ആൾക്കാർ ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. എനിക്കൊരു ചോദ്യം കുട്ടിയോടാണുള്ളത്. നിങ്ങൾക്ക് അവിടെ വെച്ച് അനുഭവിച്ചത് ലൈംഗികതയാണോ? ആ സ്വാതന്ത്ര്യം എന്ന ആ മനോഭാവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഇവിടെ തുറന്നു പറഞ്ഞത്. എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ടി-വിയിൽ പൊതുവായിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് ഞാൻ ആ വ്യക്തി എന്നെ ചുംബിച്ചപ്പോൾ അതേ സ്വാതന്ത്ര്യം ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഉദാഹരണം ഇവിടെ എടുത്ത് പറഞ്ഞത്. എനിക്കതിൽ ഒരു അപമാനവും ഇല്ല. ശിവസേനച്ചേട്ടന്മാരോട് ചൂരിൽ അധികം എടുത്തോന്നാ ഞാൻ പറയുള്ളൂ. അത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നേരത്തെ ചുംബന സമരം നടന്ന സമയത്ത് അന്ന് പറഞ്ഞു രാഹുൽ പശുപതി ഉണ്ടായിരുന്നു. ഈ പശുപതിയുടെ രാഹുൽ പശുപാൽ ഉണ്ടായിരുന്നു. അപ്പൊ അവനെ പിന്നീട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരു വാർത്ത പത്രത്തിൽ വന്നു. അയാള് വളരെ സങ്കടത്തോടു കൂടി എഴുതിയിരിക്കുന്ന ഒരു സംഭവം. ഇവനെ പോലെ കൊള്ളിയില്ലാത്തവൻ ഭൂലോകത്തില്ലെന്നാണ് പുള്ളി അതിനകത്ത് എഴുതിയിരുന്നത്. കൊള്ളിയല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് ഈ അച്ഛൻ തന്നെ പറഞ്ഞത്. ഞാൻ പത്രത്തിൽ വായിച്ചതാണത്. അപ്പോ ഇവരുടെയൊക്കെ ഈ പറഞ്ഞ ഇതുപോലുള്ള ആൾക്കാരുടെ അച്ഛന്മാരുടെ റിപ്ലൈ ഇനി വരാനിരിക്കുന്നേ ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ അമ്മ സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അമ്മയ്ക്കുള്ള ഫ്രസ്ട്രേഷൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. എനിക്കും ഉണ്ട് അമ്മയും അച്ഛനും. ഞാനൊരു സ്ഥലം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഇവിടുന്ന് എൻ്റെ വീട് ആലപ്പുഴയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എറണാകുളം വരെ ബൈക്കിൽ വന്നു. എൻ്റെ അമ്മ എന്നോട് പറയും, മോനെ ബൈക്കിൽ പോകണോ? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമ്മ പറയും പൊക്കോ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ബൈക്കിൽ പോയി ഇവിടെ വന്നിട്ട് തിരിച്ച് ചെല്ലുന്നിടം വരെ അമ്മയുടെ മനസ്സിൽ തീയായിരിക്കും. അതൊരിക്കലും എനിക്ക് പറയാം. എനിക്ക് അമ്മ ഞാൻ പോകുന്നതിന് എന്താ അപ്പം അമ്മയ്ക്ക് ഫ്രസ്ട്രേഷൻ ആണോ? അതിൻ്റെ അർത്ഥം ഫ്രസ്ട്രേഷൻ എന്നല്ല. ആ ഒരു നെഞ്ചെടുപ്പാണ്. ഞാനൊരാണാണ്. ആൺകുട്ടിയുടെ ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ പോയി വരിക അതൊരു പ്രശ്നമല്ല. അതേപോലെ തന്നെയാണ് പെൺകുട്ടികൾ. ഈ ഒരു മെറൈൻ ഡ്രൈവിൽ നടന്ന സംഭവം ഇവിടെ കണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ടി-വിയിൽ വാർത്ത കണ്ട അമ്മയും മോനും കൂടി ഇരുന്ന വാർത്ത, അല്ലെങ്കിൽ അമ്മയും മോളും കൂടി ഇരുന്ന വാർത്ത കാണുമ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദന, അതാണ്. അല്ലാണ്ട് ഒരു ഫ്രസ്ട്രേഷനോ ഒന്നുമല്ല. സമരത്തില് ഉൾപ്പെട്ട ആളുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയുള്ളത് അവർ ഇതുപോലെ ഇക്കിളി സമരങ്ങൾക്ക് പുറകെ പോകുന്നത് അവസരം നോക്കി നടക്കുന്നതാണ്. അല്ല, ഞാൻ പറയുന്നതാണ് വ്യക്തിപരമായിട്ട് ഇവരെല്ലാവരും നേരിട്ട് അറിയാവുന്ന ആൾക്കാരെക്കാളും എനിക്ക് പറയാവുന്നുണ്ടല്ലോ. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നടന്നുള്ള പൊതു പ്രാധാന്യമുള്ള ഫാസിസത്തിനും ജാതീയതയ്ക്കുമെതിരെ കേരളത്തിൽ ഉയർന്നിട്ടുള്ള പല സമരങ്ങളുടെ മുന്നിൽ നിന്ന മുന്നണി പോരാളികളാണ് ചുംബന സമരത്തിന് പിന്നിലുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന മഹാവിപ്ലവകാരിയുടെ പന്തിഭോജനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കാൻ മുന്നിൽ നിന്നത് ഈ ചുംബന സമരത്തിന്റെ പ്രവർത്തകരാണ്. 3 വർഷം സോണി സോറി എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ വിപ്ലവ നായികയെ കൊണ്ടുവന്ന് ചെറായിൽ വലിയ പന്തിഭോജനത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ മുന്നിൽ നിന്നത് ഈ ചുംബന സമര നായികമാരാണ്. രോഹിത് വെമുലയുടെ സമരം കേരളത്തിൽ ഏറ്റെടുത്ത് ഏറ്റവും മുന്നിൽ നിന്ന് ചുംബന സമരക്കാരാണ്. ഫാസിസ്റ്റ് ശക്തികള് വർഗീയമായിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇടപെട്ടപ്പോ അതിനെതിരെ കേരളത്തിൽ നടന്ന സമരത്തിന് മുന്നിൽ നിന്നത് ഇതേ പോരാളികൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അല്ലെ, ഇവര് സാമൂഹ്യ കേവലം ചുംബന സമരത്തിന് ആളുകളല്ലെന്നാണ്
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ സഹോദരി പറഞ്ഞു ഇപ്പോ അച്ഛനും അമ്മയും വീട്ടിൽ ചുംബിക്കുന്നത് എന്റെ മുമ്പിൽ വെച്ചാണ് വഴക്ക് കഴിഞ്ഞിട്ട് അവർ ചുംബിക്കും. തീർച്ചയായിട്ടും അതിലൊരു സാന്ത്വനത്തിന്റെ, ഒരു സംരക്ഷണത്തിന്റെ ഒരു കവചമുണ്ട്. അതാണ് കേരളീയ സംസ്കാരം. ഒന്ന്, ഈ മറൈൻ ഡ്രൈവിൽ പോയിട്ട് സാന്ത്വനം എന്ന് ആ കുട്ടി പറയുന്നു. ഈ മറൈൻ ഡ്രൈവ് പോയിട്ട് സാന്ത്വനത്തിന്റെ പേരിൽ ആ കുട്ടി ചുംബിച്ചത് വീട്ടിലിരുന്നിട്ട് വാർത്തയിൽ കാണുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഒട്ടും സുഖകരമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ആദ്യം തോന്നുക. ഒരു മിനിറ്റ് നിനക്ക് ഒരു കാര്യം അറിയാവോ? സ്വാതന്ത്ര്യം നടത്താൻ പോയി 25 പേര്, സ്വാതന്ത്ര്യം കാണാൻ പോയി 40,000. ആ മാനസിക വൈകൃതത്തെ നമ്മൾ നോക്കി കാണണം. ഒന്ന്, ഒരു കുട്ടി, ഒരച്ഛൻ, ഒരമ്മ വീട്ടിലിരുന്നു കൊണ്ട് ഈ വാർത്ത കാണുകയാണ്. ഒരിക്കലും ഞാൻ എല്ലാവിധ ദൃഢനിശ്ചയത്തോടും കൂടി ഞാൻ പറയും, ഒരു തവണയെങ്കിലും ആ അച്ഛൻ്റെയോ അമ്മയുടെയോ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് ചാനൽ മാറ്റാൻ ആ റിമോട്ട് ഒന്ന് തൊട്ടിട്ടെങ്കിലും ഉണ്ടാവും. അതാണ് സംസ്കാരം. അങ്ങനെ പറയരുത്. എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങൾക്ക് കിസ് ഓഫ് ലവും വേണ്ട, സദാചാര ഗുണ്ടകളും വേണ്ട. ഞങ്ങളെ നല്ലതായിട്ട് വിട്ടേക്ക്. ഞങ്ങൾക്ക് മാന്യമായിട്ട് അറിയാം നടക്കാനായിട്ട്. നിങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മാതൃക കാണിക്കണ്ട. സദാചാര ഗുണ്ടകളും ഞങ്ങൾക്ക് മാതൃക കാണിക്കണ്ട. ഞങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാൻ അറിയാം. ഞങ്ങൾക്ക് നിങ്ങൾ കാർ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് പാർക്കിൽ ചെന്നിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, കനകക്കുന്നില് പിങ്ക് പോലീസിനെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ റോയൽ കവടിയർ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരാതി നൽകിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾ ഈ പ്രശ്നം കാരണം പിങ്ക് പോലീസ് വരുന്നവരെയും പോകുന്നവരെയും ബോധിച്ച രീതിയിൽ ചോദ്യം ചെയ്തു. സഹോദരങ്ങൾ ചെല്ലുമ്പോൾ സഹോദരങ്ങളാണെന്ന് കാമുകനും കാമുകി എന്നുള്ള ലെവലിൽ നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യല്. കാമുകിയ സഹോദരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് ഐഡന്റിറ്റി കാർഡ് കാണിക്കാനായിട്ട്. എന്ത് ഗതികേടാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ട. ഒരു കുടുംബത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കലഹങ്ങളിൽ സാന്ത്വനമായി കൊടുക്കുന്ന ഒരു മുത്തത്തെ അത് പൊതുനിരത്തുകളിലേക്കും പാർക്കുകളിലേക്കും ഒരു സാന്ത്വനമായ പരിവേഷം കൊടുത്തുകൊണ്ട് ഒരു ചുംബന സമരം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ജനകീയ പോലീസിങ്ങിന്റെ കയ്യിൽ ചൂരൽ കൊണ്ട് മാത്രം തികയില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഒരു ശരിയായ രീതിയിലേക്ക് ഏതൊരു രാജ്യത്തും അവിടുത്തെ നിയമങ്ങൾ പരിപാലിക്കുവാൻ, സംസ്കാരങ്ങളെ പരിപാലിക്കുവാൻ അവിടുത്തെ പോലീസിന് മാത്രമാവില്ല, ജനങ്ങൾ കൂടി പോലീസായി മാറേണ്ടി വരുന്ന അവസ്ഥ ഇത്തരം സിറ്റുവേഷനുകളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ജനകീയ പോലീസുകൾ കൂടുതൽ ഉണ്ടാവേണ്ടി വരുന്നത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സദാചാര ഗുണ്ടായിസത്തിനെ കുറിച്ചാണ്. നമ്മൾ ഇപ്പോഴും കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് കിസ് ഓഫ് ലവ് എന്നാണ്. നേരത്തെ സാർ ചോദിച്ചില്ലേ എന്തോരം വാർത്ത ഉണ്ടായിട്ട് ആ വാർത്ത എന്തുകൊണ്ട് പത്രത്തിൽ ഒന്നും ചോദിച്ചില്ലേ? ഇതുകൊണ്ട് തന്നെയാ നമ്മൾ ഒരാൾ അവിടെ തുണിയില്ലാതെ കുളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കണ്ടിട്ട് അപ്പൊ പ്രതികരിക്കത്തില്ല, ഇങ്ങോട്ട് മാറി ഇന്ന് വീട്ടിൽ വന്നിട്ട് എന്ത് വൃത്തിയേടാവും കാണിച്ച്. ഈ മനോഭാവം വേണം നമ്മൾ മാറ്റാനായിട്ട്. നേരത്തെ സാറ് ചോദിച്ചു എന്തുകൊണ്ട് ഇവിടെ സദാചാര ഗുണ്ടായിസം ഉണ്ടാകുന്നു. കിട്ടാത്ത മുന്തിരി പുളിക്കും, അത്രേ ഉള്ളൂ. അല്ല വേറെ നിങ്ങള് സദാചാര ഗുണ്ടായിസം കുഴപ്പമില്ല, അത് പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം. അല്ലാതെ ഒരാണും പെണ്ണും സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ അത് ലൈംഗികതയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ, ആ മനസ്സിനാണ് കുഷ്ഠം. ഇപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുമോ, അപ്പൊ നമുക്ക് അവിടെ ബീച്ചിൽ പോയിരിക്കാം സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാ. ആ പേടി ഒരിക്കലും വരാൻ പാടില്ല. ഞാനൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ എനിക്ക് ഈ ഇന്ത്യയിൽ നടക്കാനും ഇരിക്കാനും എവിടെ പോയി ചെലവഴിക്കാനും എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. ഇപ്പൊ തന്നെ ആ പെൺപിള്ളേരുടെ കൂട്ടത്തിൽ വേണ്ട, ഞാനിപ്പോ ഒറ്റയ്ക്ക് നടന്നു പോവാണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് നടന്നു പോവാണെങ്കിൽ തന്നെ പോലീസ് ഒന്ന് വണ്ടി എടുത്തിട്ട് ചോദിക്കും നിന്റെ കഞ്ചാവ് ഉണ്ടോടാ, നിന്റെ അതുണ്ടോടാ ഇതുണ്ടോടാ. അങ്ങനെ ഒരിക്കലും പാടില്ല. എന്തിനാണ് ഇങ്ങനെ കാണുന്നവരെല്ലാം ഈ ഒരു കണ്ണിലൂടെ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രതികരിക്കേണ്ട അടുത്ത് നിങ്ങൾ പ്രതികരിച്ചോ, പക്ഷെ കാണുന്നവരെല്ലാവരും ഈ ടൈപ്പാണെന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അത് ആദ്യം മാറ്റണം. 2 ദിവസം മുമ്പ് അമ്പലത്തിൽ കളക്കട്ടയില് ഒരു പെണ്ണും ആണും ഏതാണ്ട് കൗമാരപ്രായം വിട്ട സ്ത്രീയും യുവതയുക്തരായിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനും അവരടുത്തിരുന്നു. ഞാൻ സാധാരണ അതുപോലെ പോകുമ്പോഴൊക്കെ പലരും അവിടെ കാണും, എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നതിന് സ്വാഭാവികതയുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു, കുഞ്ഞുങ്ങൾ നിങ്ങൾ എവിടുന്നാണ് വന്നേ? ഉടനെ ആ പയ്യൻ പറയാം സദാചാര പോലീസാണോ. സംശയം വരാം. അങ്ങനെ സംശയം വന്ന സാഹചര്യം നമുക്ക് ഗുണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈകൃതമായ ഒരു ലൈംഗിക മനോഭാവം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ശക്തമായിട്ടൊരു പരിഹാരം ഉണ്ടാകണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇന്ന് പത്രങ്ങളിൽ പോലും ചരമക്കോളം പോലെ പീഡനക്കോളം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞെട്ടിപ്പിക്കുകയാണ്. കാക്കനാട് ഒരു 10 വയസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ 6 പേര് ചേർന്നാണ് പീഡിപ്പിച്ചത്.
ചുംബനത്തിൽ തുടങ്ങിയ പരിശ്രമമാണ് പിന്നീട് പീഡനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതെല്ലാം കേരള മനസാക്ഷിയെ വലിയ ഒരു വേദന സമ്മാനിക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കും. ഉയർന്നു വരണം, അത് മുറുകെ പിടിക്കേണ്ടത് അനിവാര്യമാണ്. മുഴുവൻ പരിച്ഛേദവും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അത് നിങ്ങൾക്കെതിരെയുള്ള ശക്തമായ ജനരോഷമാണ്. ഞങ്ങൾക്കെതിരെയല്ല, ചുംബനം എന്നത് ലൈംഗികതയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. കാണുന്ന താങ്കളുടെ കണ്ണിനാണ് കുഴപ്പം, ഓരോരുത്തരുടെയും കണ്ണിനാണ് കുഴപ്പം. അതായത് ചുംബനം എന്നത് പിന്നെ ലൈംഗിക ബന്ധത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് താങ്കൾ കാണുന്നു, സമൂഹം കാണുന്നു, അതാണ് അതിന്റെ കുഴപ്പം. ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ചുംബന സമരത്തിൽ അടക്കം പങ്കെടുത്തവരുടെ ഹിസ്റ്ററി പരിശോധിക്കണം. കഞ്ചാവും മയക്കുമരുന്നും അതുപോലെ മറ്റു ഒരുപാട് പീഡന കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ളവരാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം വിധേയമാക്കണം. പോലീസ് സർക്കാർ സ്പോൺസേഡ് ചുംബന സമരങ്ങളാണ്. ചുംബന സമരത്തിൽ പങ്കെടുത്തതുമായി റെപ്രസെന്റേറ്റീവ് ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പേര് നിങ്ങൾ ഗൂഗിളിൽ പരിശോധിക്കുക. പറയുന്നതിൽ യുക്തി ഉണ്ടോ എന്ന് കുറഞ്ഞ പക്ഷം നിങ്ങളെങ്കിലും ചിന്തിക്കുക. നിങ്ങൾ മറൈൻ ഡ്രൈവിൽ നടന്ന ചുംബന സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഹിസ്റ്ററി പരിശോധിക്കട്ടെ. പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് രാഹുൽ പശുപാലിനെ പോലെ ചുംബന സമരത്തിൽ പങ്കെടുത്ത അസാൻമാർഗികൾ ഉണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഷോയിൽ പറയാം, ഞാൻ സംപ്രേഷണം ചെയ്യാം. അതല്ലാതെ ഒരു സംഘം ആളുകൾ മുഴുവൻ അസാൻമാർഗികളും ഭരണഘടനയെ പുച്ഛിച്ച് തള്ളുന്നവരുമാണെന്ന് പറയുന്നത്. എനിക്ക് ആശങ്കയുണ്ട്. പത്രമാധ്യമങ്ങളിൽ നിന്ന് വാർത്ത ഈ ചുംബന സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഹിസ്റ്ററി പരിശോധിക്കപ്പെടുമ്പോൾ പോലീസ് അടക്കം ഉയർത്തി വിടുന്ന കാര്യങ്ങളാണ്. ഈ സംശയങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? രാഹുൽ പശുപാലൻ പിടിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ഈ ചുംബന സമരവുമായി ഇറങ്ങി തിരിച്ച പല ആളുകളും ഒരുപാട് ദിവസങ്ങളെടുത്തു അയാളെ തള്ളിപ്പറയാൻ. നിങ്ങൾ തള്ളിപ്പറഞ്ഞു, അതിന് കുറച്ച് ദിവസങ്ങളെടുത്തു. ആ ദിവസങ്ങൾ എടുത്തതാണ് നിങ്ങളുടെ പോലും വിശ്വാസ്യത സംശയിക്കാൻ കാരണമായത്. പശുപാലനല്ല ഈ ആശയത്തിന് പിന്നിൽ, അതൊരു മീഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതൊരു ആശയമാണ്. പശുപാലൻ എന്നല്ല 100 പശുപാലൻ നഷ്ടപ്പെട്ടാലും ഈ ആശയത്തിന്റെ പ്രാധാന്യം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, സദാചാര ഈ ഗുണ്ടകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തെ നമ്മൾ കാണാതിരിക്കുന്നു. അത് മതാധിഷ്ഠിത രാഷ്ട്രീയം വളർന്നു വരുന്ന ആഗ്രഹിക്കുന്ന വർഗീയ ശക്തികളുടെ ശ്രമമാണ് സദാചാര ചിന്തകൾക്ക് പിന്നിൽ. ഇതിന്റെ പിന്നിൽ മതരാഷ്ട്രീയം ഇത് സദാചാര ഗുണ്ടായുസത്തിന്റെ ഒരു മതവൽക്കരിച്ച ഒരു രാഷ്ട്രീയ ചിന്തയാണ്. മതാധിഷ്ഠിത രാഷ്ട്രീയ ചിന്ത ഒന്നും അല്ലത്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ 2 പെൺകുട്ടികളുമായിട്ട് സംസാരിച്ച ആളെ കൈകാര്യം ചെയ്ത് SFIയുടെ പ്രവർത്തകരായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താ? SFIക്ക് ഇവര് കാണിക്കുന്ന രാഷ്ട്രീയമാണ്. ഇവർ കാണിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ഇവർക്ക് അനുകൂലമല്ല. പിള്ളേരും ഒരുമിച്ചിരുന്നതിന് അന്ന് ഇവർക്ക് ചുംബന സമരമില്ല. മംഗളകളെ തല്ലിക്കൊന്നു, അന്ന് ഇവർക്ക് ചുംബന സമരമില്ല. ഇത് കൃത്യമായിട്ട് ഉള്ളൂ. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ശിവസേനയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാനൊരു സാധാരണക്കാരനായിട്ട് വന്നു. ഞങ്ങൾ സംശയിക്കുന്ന ഇതാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് ചിലപ്പം ഇങ്ങനെ ഒരു തീവ്ര ഇതിലായിരിക്കും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ SFIക്കെതിരെയോ അല്ലെങ്കിൽ മംഗളയിലെ സദാചാര കൊലയ്ക്കെതിരെയോ നിങ്ങൾ പെൺകുട്ടികളുടെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചുംബന സമരത്തിന് പങ്കെടുത്ത ആൾക്കാരാണ് പോലീസ് സ്റ്റേഷനിൽ സമരം ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് അറിയാമോ? 2, ഇതിന്റെ ഉള്ളില് ലെഫ്റ്റ് ഇടതുപക്ഷം തീവ്രവാദ മാവോയിസ്റ്റ് സംഘടനകളാണ് ഇതിന്റെ ഫണ്ടിങ് ചെയ്യുന്നതിന് നിങ്ങൾ പറയുന്ന ബേസ് എന്താണ്? അതിനുള്ള പ്രൂഫ് എന്താണ്? നിങ്ങൾ അതിനുള്ള പ്രൂഫ് ഇവിടെ വെച്ച് തരണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് റിട്രാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഈ നാട്ടിലെ ഒരു സാധാരണക്കാരെ ഒരു പത്രം വായിക്കുന്ന ഒരു പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സംശയം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ കണ്ടു. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് ഇട്ട് മാത്രമാണ് നിങ്ങളുടെ പ്രതികരണം. നിങ്ങൾ കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് ഇല്ലാണ്ട് നിങ്ങൾ ഇത് പ്രതികരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മംഗള സദാചാര ഒരു മനുഷ്യ സദാചാരത്തിന്റെ പേര് ആൾക്കാർ തല്ലിക്കൊന്നു. നിങ്ങൾ ആരും ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട്. മർദ്ദിച്ച യുവതിയാണ് ഇരിക്കുന്നത്. അവർ നടത്തുന്ന ചുംബന സമരത്തെ മാത്രമാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്. അതെന്താണ്? അവർ അവിടെ റോഡിൽ നിലത്ത് വീണ ജിഷ കേസിൽ ജിഷയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം ചെയ്യുകയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും റോഡിലിട്ട് വലിച്ചെടുക്കുകയും ചെയ്ത പെൺകുട്ടി നിങ്ങളുടെ ഇടതുഭാഗത്തിരിപ്പുണ്ട്. നിങ്ങൾ കണ്ടില്ലെന്ന് പറയരുത്. നിങ്ങൾ അവരുടെ ചുംബനം, നിങ്ങൾ അവരുടെ സ്വകാര്യത, അതിലേക്ക് മാത്രമല്ല നോക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 40 ആഘോഷിക്കുന്നത് ഒരു നദി ഒഴുകി പോകുമ്പോൾ നമുക്ക് അതിന്റെ ഭിത്തികൾ, അതിന്റെ ഇരുവശത്തുമുള്ള ഓരങ്ങൾ അതിന് അനിവാര്യതയാണ്. കാരണം അത് ദീർഘദൂരം
പല സ്ഥലത്തും പല കേന്ദ്രങ്ങളിലും ജലസേചനം നടത്തേണ്ടതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സദാചാരം അത്തരം ഒരു മതിൽക്കെട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാളത്തിൽ കൂടി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത്തിലൊക്കെ ആണെങ്കിലും വെള്ളം ഒഴുക്കിവിടാൻ ചാലുകൾ കെട്ടുമ്പോൾ രണ്ടു വശത്തും ഉറച്ച ഭിത്തികൾ സൃഷ്ടിക്കുന്നത്. അത്തരം ഉറച്ച ഭിത്തികൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിലെ ഓരോ വ്യക്തിയുമാണ്. ആ ഓരോ വ്യക്തിയും സദാചാരത്തിന്റെ പോരാളികളാകുന്നതിനെ ഒരു ശക്തിക്കും ഇവിടെ ചെറുത്ത് തോൽപ്പിക്കാനാവില്ല. ഒന്നോ രണ്ടോ വ്യക്തികൾ ദുരാചാരവാദികളാകാം, ഒന്നോ രണ്ടോ വ്യക്തികൾ എന്നും എല്ലാ കാലത്തും ദുരാചാരവാദികളായിരുന്നിട്ടുണ്ട്. അവരുടെ ശബ്ദം എന്നും കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. അതിനെന്ത് ശക്തിയും നമ്മൾ ഉപയോഗിക്കേണ്ടിയും വരും. പഠിപ്പിക്കുന്ന അധ്യാപകനിലും ചികിത്സിക്കുന്ന ഡോക്ടറിലും ഭക്ഷണം തരുന്ന ആളിലും മതം കാണുന്നില്ലെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് കുട്ടി എന്ന് പറയുന്നതിൽ എന്തിനാണ് മതം കാണുന്നത്? നന്മയെ പ്രേരിപ്പിക്കാൻ നിങ്ങൾ ഇത് കേൾക്കൂ. പെണ്ണിനെ അടിച്ചൊതുക്കാനുള്ള മതചിന്തയാണ്. തെറ്റാണ് കുട്ടി എന്ന് പറയുന്ന ആളിൽ എന്തിനാണ് മതം കാണുന്നത്? ആ സ്ത്രീയോടുള്ള കരുതൽ എന്ന് പറയുന്നതിലൂടെ കടുത്ത സ്ത്രീ വിരുദ്ധതയാണ് എന്റെ ഇടതുഭാഗത്ത്. ഇദ്ദേഹം പറഞ്ഞത് സ്ത്രീകളുടെ കാര്യം മാത്രമേ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇദ്ദേഹം മാത്രമാണ്. ഞങ്ങൾ അവിടെ ഓടിച്ചത് സ്ത്രീയെയും പുരുഷനെയും തന്നെയാണ് ഓടിച്ചത്. ഈ ഓടിക്കാൻ നിങ്ങൾക്കാണ് അധികാരം തന്നെന്നുള്ള ഞാൻ പറയല്ലോ. പോലീസ് ഇടപെടേണ്ട സ്ഥലത്ത് പോലീസിനെ വിളിച്ചാൽ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇടപെടേണ്ടതായിട്ട് സാഹചര്യം വരും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ആ വിഷയത്തില്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തായിരിക്കും? ഞാനൊരു നാട്ടിൻപുറത്തുകാരാണ്, ചേർത്തലയിൽ നിന്ന് വരുന്നതാണ്. ഈ മറൈൻ ഡ്രൈവ് പോലുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ എൻ്റെ വടക്കത്ത് ഗോശ്രീ പാലത്തിൻ്റെ ഒരു ചെറിയ പാർക്കുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പിന്നെ ചേർത്തല ഭാഗത്തു നിന്നൊക്കെയുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ +2 +1 പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ വന്ന് ക്ലാസ് കട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. പല കുട്ടികളുടെയും വീടുകളിൽ ചെന്ന് ഇൻഫോം ചെയ്യുകയും അതനുസരിച്ച് അത് തിരുത്തപ്പെടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങൾ നമ്മൾ പോലീസിനോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ കാണുന്ന ചില കാഴ്ചകൾ ആ സമയത്ത് പോലീസിനെ ഇൻഫോം ചെയ്ത് പല പ്രാവശ്യം പരാജയപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ സമൂഹം ഇടേണ്ടി വരും. അത് ചിലപ്പോൾ നിയമലംഘനമായേക്കാം. അങ്ങനെയുള്ള നിയമലംഘന സമരങ്ങളിൽ അതിനുവേണ്ട നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമലംഘന സമരങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും അനുകൂലിക്കുന്നു. എന്തെന്നാൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായി. ഉടനെ ഫയർ എഞ്ചിനെ വിളിച്ചു. അവർ വരാൻ താമസമാണ്. അത് അവന്റെ വീടല്ലേ, അതങ്ങ് കത്തിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൈകെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ യാതൊരു രീതിയിലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ചില കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെ കൂടി കണക്കെടുക്കണം. ശരിയാണ്, ചുംബനം വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യം പ്രൈവറ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന എന്തിനെ പൊതുനിരത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നു? അല്ല, ആരെങ്കിലും ഒരാൾ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ആൻസർ ഒരു ചുംബനം കാണുമ്പോൾ താങ്കളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ്? താങ്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്ത്രീയെ 40 പേരെ ചുംബിക്കുന്നതിൽ യാതൊരു വിധ സ്ത്രീയുടെ മാത്രമല്ല, ഞാൻ സ്ത്രീയെ മാത്രമല്ലല്ലോ ചുംബിച്ചത്. ആര് പറഞ്ഞു ഞാൻ സ്ത്രീയെ മാത്രമല്ല ചുംബിച്ചത്? അവർക്ക് പരസ്പരം വിസമ്മതമില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് പ്രശ്നം? സദാചാരമല്ല, കിസ് ഓഫ് ലവ് പോലെയുള്ളത് ഇവിടെ അരങ്ങേറാൻ കാര്യം ഇവർക്ക് പൊതുസ്ഥലങ്ങളിൽ ഇവർക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു പ്ലേസ് കിട്ടുന്നില്ലെന്നാണ്. സ്ഥലമില്ലാതെ കൊണ്ടുള്ള സമരമല്ല സുഹൃത്ത്. ആൾക്കാർ പബ്ലിക്കായിട്ട് ഇരുന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ അമ്മമാരോടോ അച്ഛന്മാരോടോ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അവർക്ക് അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് പോലും എൻ്റെ അനുഭവത്തിൽ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ബസ് സമരം വന്നിട്ട് വീട്ടിൽ ബൈക്കിൽ എൻ്റെ ഫ്രണ്ട് കൊണ്ട് ആക്കിയപ്പോൾ എനിക്ക് കാരണത്തിന് അടിയിട്ടുണ്ട്. എന്തുകൊണ്ടാ അത്? നമ്മളുടെ വീട്ടില് നമ്മളുടെ അല്ല അച്ഛനായതുകൊണ്ടല്ലോ എന്റെ അച്ഛനെയാണോ നിങ്ങൾ കുറ്റം പറയുന്നത്? ഞാൻ കരണത്ത് അടി കിട്ടിയെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്റെ അച്ഛൻ എന്നെ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ വായിക്കുന്നതാണത്. നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാണ്. എനിക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കപട സദാചാര ബോധമാണ് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടി എന്ന് പറഞ്ഞ് പറയിപ്പിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ മാത്രമല്ല ഉണ്ടാവാൻ പാടില്ല, എന്റെ അമ്മ ഉണ്ടാവാൻ പാടില്ല, എന്റെ അമ്മാവൻ ഉണ്ടാവാൻ പാടില്ല, എന്റെ ചെറിയച്ഛൻ ഉണ്ടാവാൻ പാടില്ല, അനിയൻ ഉണ്ടാവാൻ പാടില്ല, ചേട്ടൻ ഉണ്ടാവാൻ പാടില്ല. അച്ഛൻ മാത്രം അടിക്കാൻ പാടുള്ളൂ. സുഹൃത്തെ, ഞാനെന്ന് ചോദിച്ചോട്ടെ, ആദ്യം താങ്കൾ പറഞ്ഞ കഥാപാത്രത്തിൽ ഒന്ന് താങ്കളുടെ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന സുഹൃത്ത്, പിന്നെ താങ്കൾ, പിന്നെ അച്ഛൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളുടെ വീട്ടിൽ അടിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുമോ? ആളുകൾ ഇല്ലെങ്കിൽ
ആയിക്കോട്ടെ, അത് സാങ്കേതികത്വം. അതിനെ അതിന് സഹിക്കും. ആരും അടിച്ചു? IPC 292A വകുപ്പ് പ്രകാരം പ്രദർശനാത്മകമായി ചുംബിക്കുന്നതിന് കുറ്റകരമാണ്. നിയമം പറയുന്ന കാര്യമാണ്. ഇവിടെ പോലീസ് നടപടിയെടുക്കണം. തീർച്ചയായും ഞാൻ പറഞ്ഞു സാൻമാർഗിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ കേരളത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇനി ഒരു ജിഷയോ ഒരു മിഷേലോ ഒരു സൗമ്യ കേരളത്തിൽ ഉണ്ടാകരുത്. ഇതാണ് ഈ നാടിന്റെ ആവശ്യം. ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം കൂടെ ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ. ശിവസേനക്കാര എന്നല്ല, പൊതുജനമേ ആ ചൂരൽ താഴെ ഇടരുത് എന്നാണ് പറയാനുള്ളത്. പൊതുജനമേ ആ ചൂരൽ താഴെ നിങ്ങൾ അകത്ത് പോവുകയും ചെയ്യും, എല്ലാവരും ജയിലിൽ പോവുകയും ചെയ്യും. ജയിലിൽ പോകും. കേരള സർക്കാർ നിങ്ങളെ ജയിലിലിടും. നിങ്ങൾ ജയിലിൽ കിടക്കും. ഇവിടെ നിയമമുണ്ട്, സർക്കാരുണ്ട്. ചൂരലെടുത്താൽ നിങ്ങൾ ജയിലിൽ കിടക്കും. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സമരമായിരുന്നു ശിവസേന ചെയ്തത് എന്ന് എനിക്ക് ഇപ്പൊ ഇവിടെ ഈ ഹോളിനുള്ളിൽ വന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ കേരളീയ സമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ശിവസേനയുടെ ചൂരൽ തന്നെയാണ് എന്ന് അങ്ങേക്ക് വിശ്വസിക്കാം. അല്ല, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പൊ എനിക്ക് കൂടുതൽ വിശ്വാസമായി. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു, ശിവസേന ചൂരൽ എടുക്കണോ വേണ്ടയോ എന്ന് അടുത്ത സംസ്ഥാന സമിതിയിൽ വളരെ ആക്റ്റീവായിട്ട് ചിന്തിക്കും. ഇങ്ങനെ പറഞ്ഞ പോലെ ചൂരലെടുത്താൽ അകത്ത് പോകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അകത്ത് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള സമരം വരേണ്ടി വന്നാൽ അങ്ങനെ നിങ്ങൾ ചൂരലെടുത്താൽ നിങ്ങളുടെ ചൂരൽ മടക്കാൻ ഇവിടെ ആളുണ്ടാവും. IPCയുടെ കാര്യമൊക്കെ പറഞ്ഞു 292 എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. 294 അത് പിന്നെ പൊതുസ്ഥലത്തിരുന്ന് ഒബ്സിനിറ്റി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 2013 അമെന്റ്മെന്റ് വന്നപ്പോൾ വോയർസും ഉണ്ട്. ഒളിഞ്ഞു നോട്ടം പാടില്ല എന്നാ. ഒരാൾ ചെയ്യുന്ന പ്രൈവറ്റ് ആക്ടിന് നിങ്ങൾ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അല്ല, ചുംബന സമരത്തിലെ ആളുകൾ അന്ന് ചുംബന സമരത്തിനിടയിൽ ചുംബിച്ച് കെട്ടിമറിഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്റെ സ്വാതന്ത്ര്യം ആ ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പാടാന്ന് പറയുന്ന വീഡിയോ എന്റെ ഫോണിലുണ്ട്. ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒരാളുടെ പ്രൈവറ്റ് എന്ന് നിങ്ങൾ പറയുന്നു, ഒളിഞ്ഞു നോക്കരുതെന്ന് നിങ്ങൾ പറയുന്നു. ഒരാളുടെ പ്രൈവസി എന്ന് നിങ്ങൾ പറയുന്ന കാര്യത്തെ മറൈൻ ഡ്രൈവിലേക്ക് പൊതുസമൂഹത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നും അതിനെതിരെ നമ്മൾ പ്രതിഷേധം ഉയർത്താൻ പാടില്ല എന്നും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ എല്ലാം തെറ്റാണെന്നും നിങ്ങൾ മാത്രമാണ് ശരിയെന്നും പറയുന്ന നിങ്ങളുടെ രാജ്യത്തിലുണ്ടല്ലോ, നിങ്ങളുടെ രാജ്യത്തിലുണ്ടല്ലോ, അത് രണ്ടുപേർ ചുംബിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രൊവോക്കേഷൻ ഉണ്ടായത്, നിങ്ങളുടെ തെറ്റാണ്. പ്രൊവോക്കേഷൻ ക്രൈം ആണോ അല്ലയോ അതിന് ഉത്തരം പറ. പ്രൊവോക്കേഷൻ ക്രൈം ആണോ? നിങ്ങൾ ഒരാളെ കത്തിക്കുത്തുന്നു, ഒരാളെ കത്തിക്കുത്തുമ്പോ അതുകൊണ്ട് എനിക്ക് തളച്ച പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്നു അവിവാഹിതരായ പെൺകുട്ടികളെ 40 പേര് ചുംബിക്കുന്നു. ഒരു പുരുഷന് 40 സ്ത്രീകളെ ചുംബിച്ചാൽ ശരിയാവോ? നല്ല ഭർത്താവും നല്ല അതാണ് ഞാൻ അപ്പൊ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അവര് ചുംബിക്കരുത് പറയാൻ എന്താണ് അധികാരം? അതാണ് ചോദിക്കുന്നത്. നമ്മൾക്ക് ആരാണ് അധികാരം തരുന്നത്? നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും നോക്കിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എല്ലാ വകുപ്പുകളും പ്രയോഗിക്കേണ്ടി വരും. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ വലിയ സംസ്കാരം പറയരുത്. ശിവസേന എന്ന സംഘടന കേരളത്തിലൊരു വേരുറപ്പിച്ച് ഇവിടെ ഇപ്പൊ ഒരു ഭരണം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു വിവാഹം കഴിച്ചാൽ എൻ്റെ ഭാര്യയുണ്ട്. എൻ്റെ ഒന്നിച്ച് ഞാനിപ്പോ വഴി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചുംബിക്കണം തോന്നുമ്പോൾ പരസ്യമായി ചുംബിക്കാനോ അല്ലെ എൻ്റെ മകളുണ്ടെങ്കിൽ മകളെ കയറി ചുംബിച്ചിട്ട് അത് ഞാൻ ചെയ്യുന്നൊരു സമരമുറയാണ് അല്ലെ ഇതിനെതിരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല പിന്നെ ഇവരൊരു കാര്യം എല്ലാ ജില്ലയിൽ തോറും ഈ ചുംബന സമരം എന്ന് പറഞ്ഞൊരു സമരമുറ ഉണ്ടാക്കട്ടെ എല്ലാ കാര്യത്തിലും. ഈ ഒരു ജില്ല ഒരു മറൈൻ ഡ്രൈവും ഒരു ചെറിയ കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ഒരു 10-40 ആൾ മാത്രം ചെയ്യുന്ന ഒരു ചെറിയ 10-40-4000 ആയിക്കോട്ടെ. പക്ഷെ ഈ പ്രാകൃതമായ കാടത്തരമായ രീതി മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ സമൂഹത്തെ ഒരു ക്യാൻസർ പോലെ ബാധിക്കാൻ പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും കൾച്ചർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഒരു കൾച്ചർ നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല. ആണിനും പെണ്ണിനും ഒരുമിച്ച് സംസാരിക്കുക ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളവിടെ കാണേണ്ടത് ആണും പെണ്ണും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും
സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആണും പെണ്ണും സൗഹൃദത്തിലാവുന്നതിൽ നമുക്ക് യാതൊരു തെറ്റുമില്ല. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടത് ആ സൗഹൃദത്തിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണമെന്നുള്ളത്. ഞാൻ പറയട്ടെ സാർ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് കുറയുന്നതാണ് ഇപ്പം പറഞ്ഞ സദാചാരക്കാര് അതിനെതിരെ തിരിയാനുള്ള ഒരു കാരണം ഈ നല്ല സൗഹൃദങ്ങൾ പോലും ഇപ്പൊ തെറ്റിദ്ധരിക്കാനുള്ള കാരണം അവർ കുറെ നേരം കൊണ്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നേരം മാന്യമായിട്ട് ഇരുന്നിട്ട് പിന്നെ അവർ മറ്റൊന്നിലോട്ട് പോകുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കോളേജിലെ കുട്ടികളായിക്കോട്ടെ, മറ്റുള്ള കോളേജിലെ കുട്ടികളായിക്കോട്ടെ, നല്ല സൗഹൃദങ്ങൾ. ഞാൻ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറാണ്. അവിടെ നല്ല സൗഹൃദങ്ങളുണ്ട്, ആൺകുട്ടിയും പെൺകുട്ടിയായിട്ട്. അവിടുത്തെ നല്ല സൗഹൃദങ്ങളാണ് വളർന്നു വരുമ്പോൾ അവർക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോ ആ നല്ല സൗഹൃദങ്ങൾക്കിടയിൽ ചില വിള്ളലുകൾ കാണുന്നുണ്ട്. അത് കൾച്ചറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു തരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ മനസാക്ഷി പ്രബുദ്ധതയുള്ളതാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ അസാൻമാർഗിക ചെയ്തികളിലൂടെയുള്ളതായതുകൊണ്ടാണ് ഈ കേരളീയ സമൂഹവും ജനങ്ങളെ എതിർക്കുന്നത്. ഒരാൾ ഇവിടെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി കുടുംബശ്രീ പ്രവർത്തകർ അടക്കം പറയുന്നതാ. അവർ മാത്രമല്ല ചൂരല്. കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകര് ശക്തമായി പ്രതികരിച്ചു. മറൈൻ ഡ്രൈവിൽ മറ്റൊരു സംഘടന പ്രതികരിച്ചു. ഇതുപോലെ ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ശാക്തീകരണ സംഘടനകൾ അടക്കം തന്നെ വരും ദിവസങ്ങളിൽ പ്രതികരിക്കാൻ പോവുകയാണ്. ഇത്തരം ചെയ്തികൾ ആവർത്തിച്ച പോലീസ് നിയമ നടപടികളിലൂടെ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും സഹോദരൻ, നിങ്ങൾ 30 പേരേ ഉള്ളൂ. ഈ കേരളത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവർ ഈ സാംസ്കാരിക വൈകൃതത്തിനെതിരാണ്. എന്നെ ചുംബിച്ച കാര്യമാണ് പറഞ്ഞത്. താങ്കളെ പോലെയുള്ള കാലഹരണപ്പെട്ട ജീർണിച്ച ചിന്തകൾ കേരളത്തിലെ മനസാക്ഷി ഉപേക്ഷിച്ചു. കേരളം മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ പൊതുസമൂഹം. കേരളത്തിലെ പൊതുസമൂഹം നിങ്ങളുടെ കാലഹരണപ്പെട്ട വാദങ്ങൾ കേരളം പുച്ഛിച്ചു തള്ളും. കേരളം മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കേരളത്തെ പഴയ കാലത്ത് ഉയർത്തിയിടാനുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മതാധിഷ്ഠിത സമൂഹത്തിന് വേണ്ടി, മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കുകയാണ്. നിങ്ങൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ സദാചാര ഗുണ്ടായിസം അല്ലെങ്കിൽ സദാചാര പോലീസ് അങ്ങനെയുള്ളൊരു വാക്കുകൾ പോലും പേപ്പറിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഘടന ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രയോഗം നിലയിൽ വന്നത്? അല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം അല്ലെങ്കിൽ സദാചാര പോലീസ് പോലെയുള്ള ആളുകൾ നിലവിൽ വരാനുണ്ടായ സാഹചര്യം എന്താ? അത് നമ്മളൊന്ന് ചിന്തിക്കണം. 2, ഇവിടെ ആരോ പറഞ്ഞു കിട്ടാത്ത മുന്തിരി പുളിക്കും, അതുകൊണ്ടാണ് ഈ ചുംബന സമരത്തെ എതിർക്കുന്നത്. ഇതൊക്കെ 40 പേരെ ചുംബിച്ചു, അതിലും നമുക്ക് എതിർപ്പില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെത്ര പേര് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ, സ്വന്തം ഭാര്യയെ തെരുവിലേക്ക് 40 പേർ കുമ്മ വെച്ച് കളിക്കാൻ ഇട്ടുകൊടുക്കും എന്ന് മാത്രമേ. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ, സ്വന്തം സഹോദരനെ ഇതെല്ലാം ഓരോ വ്യക്തികളാണ്. അവർക്ക് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും. ഒരു കാര്യം പറയാം. 9 വർഷമായി കുടുംബജീവിതം നയിക്കുന്ന 2 പേരാണ് ഞങ്ങൾ. 11 വർഷമായി കുടുംബജീവിതം നയിക്കുന്ന 2 പേരാണ് അവർ. ചുംബനം എന്നുള്ളത് ഇണചേരലുമായി ബന്ധപ്പെട്ടതല്ല. ചുംബനം ഇണചേരലുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ ചുംബിച്ചവരൊന്നും എൻ്റെ ഇണകളല്ല, എൻ്റെ സഹോദരങ്ങളോ എൻ്റെ കൂട്ടുകാരോ എൻ്റെ ആരാധകരോ എന്ത് ആളും ആയിക്കോട്ടെ, എൻ്റെ പരിചയക്കാരോ ആയിക്കോട്ടെ. ചുംബനം ഇണചേരലുമായി ബന്ധപ്പെടുത്തരുതേ. എൻ്റെ പാർട്ട്ണർ ചുംബന സമരത്തിൽ പങ്കെടുത്തിരുന്നു. അവൾ എത്ര പേരെയാണ് ചുംബിച്ചെന്ന് എനിക്കറിയില്ല, അവളെ എത്ര പേരാണ് ചുംബിച്ചെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ ചുംബനം ഇണചേരലുമായി ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ പോലെ 1-2 പേരുടെ അല്ലെങ്കിൽ 10-30 പേരല്ല കേരള സമൂഹം. 1-2 പേരോ അല്ലല്ലോ അവിടെ ചുംബിച്ചത്. കേരള സമൂഹത്തിൽ എത്ര പേര് ഇതിനെ അനുകൂലിക്കും? അതുപോലെ ഒരു കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ 11 വർഷവും 9 വർഷവും ഒന്നുമല്ല കുഞ്ഞെ. 10-50 വർഷം 10-60 വർഷം പറഞ്ഞൊരു കാര്യത്തോട് മറുപടി പറയാം. ഈ മഹതി പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ എത്ര പേര് പൊതുവിലേക്ക് എറിഞ്ഞു കൊടുക്കും നിങ്ങൾ ചോദിച്ചു. അത് നിങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നുള്ള നിങ്ങളുടെ വികലമായ ഒരു ധാരണയാണത്. നിങ്ങളുടെ കുടുംബത്തിലുള്ളതൊക്കെ വ്യക്തികളാണ്. അവര് ഞങ്ങൾ എറിഞ്ഞു കൊടുക്കേണ്ടതല്ല. അവര് ഇഷ്ടമുള്ളവരോടൊപ്പം ചുംബിക്കാനോ ചുംബിക്കാതിരിക്കാനോ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കുടുംബത്തിൽ നിന്ന് എത്ര പേര് എറിഞ്ഞു കൊടുക്കും നിങ്ങൾ ചോദിച്ചത്. നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ നിങ്ങളുടെ അടിമകളാണെന്നുള്ള നിങ്ങളുടെ വികലമായ ബോധമാണത്.
ആ ബോധം നിങ്ങൾ മാറ്റണം. അവരൊക്കെ വ്യക്തികളാണ്, സ്വതന്ത്ര വ്യക്തികളാണ്. ആരെ ചുംബിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. നമ്മൾ ഏത് വ്യാഖ്യാനങ്ങൾ കൊടുത്താലും നിങ്ങളാണ് പറഞ്ഞത് എറിഞ്ഞു കൊടുക്കണം. അവരെ എറിഞ്ഞു കൊടുക്കാൻ കല്ലാണോ? മറുപടി പറയട്ടെ. പറഞ്ഞത് നിങ്ങളുടെ അടിമത്ത ചിന്തയാണ് എറിഞ്ഞു കൊടുക്കുക എന്നുള്ള വാക്ക് നിങ്ങൾ എറിഞ്ഞത്. പക്ഷേ ഏത് വ്യാഖ്യാനം കൊടുത്താലും നമ്മുടെ സമൂഹം ശാന്തവും സമാധാനവും സുന്ദരമായിട്ട് നല്ല കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, നല്ല മക്കളെ വളർന്നു വരണമെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞതുപോലെ ടാങ്കിലുള്ളതേ പൈപ്പിലൂടെ വരും. നല്ല ചിന്തകൾ ഇട്ടുകൊടുത്താൽ മാത്രമേ നല്ല വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാവൂ. അത് നല്ല വാക്കും പ്രവൃത്തിയുമാണെങ്കിൽ ഈ സമൂഹം ഏറ്റെടുക്കും. നിങ്ങൾ 40 പേരിലൊടുങ്ങില്ല ഒതുങ്ങില്ല. ഇത് ഈ സമൂഹം ഏറ്റെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവാം. വികലമായ സമരമാർഗങ്ങളിലൂടെയല്ല, ശരിയായ മുദ്രാവാക്യങ്ങൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ കയറി വാ, ഞങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കൂടെ. അതിനാരും 40 പേരായിട്ട് ഒതുങ്ങി പോയില്ല. ഈ സമൂഹം എന്നും അങ്ങനെയായിരുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിലെ 4 കോടി ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കേരള സമൂഹത്തിന് വേണ്ടിയിട്ട്, എന്നെ പോലെയുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട്, നല്ല രക്ഷകർത്താക്കൾക്കും അപ്പൂമാർക്കും അമ്മൂമാർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം അത് പറയാനാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ വന്നതുപോലും. സദാചാര ഗുണ്ടായിസമായിരുന്നു നമ്മുടെ ടോപ്പിക്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അത് നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട്, സമ്മതിച്ചു. പക്ഷെ എങ്കിലും ഈ ചുംബന സമരം, ഈ ഒരു മഹാ ക്യാൻസറിനെ നമ്മൾ എതിരിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും മീഡിയ പീപ്പിൾ എല്ലാം കാണാൻ വേണ്ടി പറയാണ്, നിങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങൾ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ന്യൂസ് കൊടുത്താൽ നാളെ അവർ വീണ്ടും ഇറങ്ങും. നിങ്ങൾ ഇതേപോലെ ചാനൽ ചർച്ചയിൽ ഇതേ ടോപ്പിക്ക് വീണ്ടും കൊണ്ടുവന്നാൽ ആൾക്കാരുടെ ഉള്ളിലോട്ട് അത് വീണ്ടും കയറിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ എനിക്ക് പുറകിൽ നിൽക്കുന്ന ഒരു കേരള സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് മീഡിയ പീപ്പിൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചർച്ചയിൽ വന്നത്. മാത്രം പറഞ്ഞത് പുരോഗമനത്തിന്റെ കൂടെയാണ്. ഇന്ന് ഓരോ വീട്ടിലേക്കും ചുംബനം എന്ന വാക്ക് ചർച്ചാ വിഷയമായി കടന്നു വരുന്നത് തന്നെ നിങ്ങളുടെ ഈ വാദത്തിന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഈ പുരോഗമന കലാസാഹിത്യ സംഘം എന്നൊക്കെ പറയുമ്പോൾ വലിയ സാധനമെന്നാണ്. ഇത്ര വിവരം കെട്ടൊരു സാധനമാണെന്ന് എനിക്ക് ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം എന്താണെന്ന് എനിക്കിപ്പോൾ ഈ ചർച്ചയിൽ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പരിപാടികളൊക്കെ നല്ല രീതിയിൽ നല്ല ഇതിലാണ് ഞാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ആശയമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും എനിക്ക് സത്യത്തിൽ ലജ്ജ തോന്നുന്ന ഒരു അവസ്ഥയായിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സംഘടനകൾ ഈ സംസ്ഥാനത്തിനും ഈ നാടിനും ആപത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല അതിനകത്ത്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യരുടെ ആകെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുക്കേണ്ടതാണ്. അല്ലാതെ ചുംബന സമരമെന്നോ പ്രഖ്യാപിത നിലപാടോ നൈരേഖിയൊന്നും പുരോഗമന കലാ സാഹിത്യ സംഘം കൊടുത്തില്ല. പക്ഷെ വ്യക്തിയെ മാനിക്കണമെന്നും സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഒരേ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ സമൂഹത്തിൽ നീക്കണമെന്നും അവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കണമെന്നുള്ള നിലപാട് പുരോഗമന കലാ സാഹിത്യ സംഘത്തിനുണ്ട്. അതിനെ ഹനിക്കുന്ന നീക്കങ്ങൾ ഏത് ഭാഗത്തുനിന്നുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ നഖശിഖാന്ന് എതിർക്കും. പീഡിക്കപ്പെട്ട ആൾക്കാരുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയും ചെയ്യും. ഈ ചുംബന സമരം കൊണ്ട് നിങ്ങൾ എന്ത് മാറ്റം പ്രതീക്ഷിച്ചേ? ആദ്യത്തെ ചുംബന സമരം നടക്കുമ്പോൾ ഏകദേശം 40ഓളം ആളുകൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും, എത്ര ആയിരമാണെന്ന് എനിക്കറിയില്ല, ആയിരക്കണക്കിന് ആളുകൾ ആ നഗരത്തെ സ്തംഭിപ്പിക്കുകയും ചെയ്തു. മലയാളിയുടെ ആ വോയറിസ്റ്റിക് സ്വഭാവമാണെന്ന് വ്യക്തമായി കാണിച്ചത്. രണ്ടാമത്തെ ചുംബന സമരം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാവുകയും ഈ വോയറിസ്റ്റിക് സമൂഹത്തിന്റെ എണ്ണം കുറയുകയും വരും. ഇനിയും ഒരു കുറെ കാലം കഴിയുമ്പോൾ ചുംബനം എന്നത് മറ്റൊരാളുടെ ഇൻട്രസ്റ്റ് അല്ല, അവർക്കതിൽ തുറച്ചു നോക്കേണ്ട കാര്യമില്ല എന്നൊരു മനോസ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. അന്ന് ചുംബന സമരത്തിന്റെ സമരമാർഗം എന്ന നിലയിലുള്ള ഇമ്പോർട്ടൻസ് ഇല്ലാതാവും. ഇപ്പോ ആദ്യത്തെ ചുംബന സമരത്തിൽ 40 പേരെ പങ്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, സത്യം. രണ്ടാമത്തെ ചുംബന സമരത്തിൽ 100-ലധികം പേർ വന്നു എന്ന് പറയുന്നു. അഭിമാനകരമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അപമാനകരമെന്ന് ഞാൻ പറയും. കേരളീയ സമൂഹത്തിന്റെ സംസ്കാരം 18 വയസ്സിൽ ഇത്ര ശക്തനായോ? ഒരു കാര്യം കൂടി പറഞ്ഞു. നീ 3 കാര്യം അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമുക്ക് പ്രണയം വേണം, നമുക്ക് സൗഹൃദം വേണം, നല്ല രീതിയിലുള്ള സാമൂഹിക ബന്ധങ്ങൾ വേണം. ഒരു മിനിറ്റ്, സാറ് പറഞ്ഞതുപോലെ അതിനെല്ലാം അതിൻ്റെതായ ബൗണ്ടറികളും അതിൻ്റെതായ സ്വകാര്യതയും എന്നും മലയാളി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് കേരളീയ സംസ്കാരം. നിങ്ങൾ അംഗീകരിക്കണം. കേരളീയ സംസ്കാരം മറ്റൊരു ചർച്ചാ വിഷയമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ചർച്ചയ്ക്ക് വരുമ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇവരിത് സമ്മതിക്കുമെന്നുള്ള വിചാരം കൊണ്ടൊന്നല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരു പൗരൻ എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വോട്ടവകാശമുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറയാം. എന്തുകൊണ്ട് കിസ് ഓഫ് ലവ് അല്ല സദാചാര പോലീസിങ്ങും ഇവരുടെ ഈ സമര രീതിയെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു വലിയ പോയിന്റിന്റെ താഴെ നിന്നിട്ട് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് സൊസൈറ്റിയാണ്.
അതിനെ പുരോഗമനമെന്നോ പാരമ്പര്യമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുരോഗമനവും ഇല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നത് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞാൻ പറയും, ആയിക്കോട്ടെ, താങ്കളുടെ അഭിപ്രായത്തെ എതിർക്കാൻ ഞാനില്ല. വേറൊരു കാര്യം ഞാൻ പറയാം. പക്ഷേ ആ മൂല്യബോധങ്ങളെ ഒരു മിനിറ്റ്, ആ മൂല്യബോധങ്ങളെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഇന്നും കേരളം നല്ലൊരു സംസ്കൃതിയുടെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നല്ല സംസ്കൃതിയോട് ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, പാശ്ചാത്യ രാജ്യമാണ്, കേരളമാണ്. കേരളത്തെ നമുക്ക് വസ്ത്രം പാശ്ചാത്യമാണോ കേരളീയമാണോ? നിങ്ങളുടെ വസ്ത്രത്തെ എനിക്കൊന്ന് കാട്ടിത്തരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം ഈ ഒരു രാജ്യത്ത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഈ ഒരു മുദ്രാവാക്യം ഉയർത്താൻ പറ്റൂ. ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് അവിടെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഏതെങ്കിലും ഒരു രാജ്യം അനുവദിക്കുമോ? നമ്മുടെ ഈ രാജ്യം അല്ലാത്ത ഏതെങ്കിലും ടീച്ചറെ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വിട്ടു കാണുമല്ലോ കലാലയത്തിൽ നിന്ന് പുറത്തേക്ക്. ഈ പഠിപ്പിച്ച കലാലയം കുറച്ച് പ്രശസ്തമായ കലാലയമായിരുന്നു. ഈ ചർച്ചയെല്ലാം കേട്ട് നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ടീച്ചറുടെ മനസ്സിൽ ഇപ്പം എന്താ ഉള്ളത്? ഒരു 30-35 വർഷക്കാലം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഗവൺമെൻറ് കോളേജിൽ ജോലി ചെയ്യുകയും ഗവൺമെൻറ് കോളേജിൽ തന്നെ പഠിക്കുകയും ചെയ്ത ഒരു 40 വർഷക്കാലം ഒരു 2500 കുട്ടികളെയാണ് ഓരോ തവണയും കാണുന്നത്. പക്ഷെ ഇവരിലെല്ലാം തന്നെയും ഈ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ സൗഹൃദ ഭാവങ്ങൾ തന്നെയാണ് അധികവും ഞാൻ കണ്ടിരിക്കുന്നത്. അത് പിന്നീട് മട്ടും ഭാവവും മാറുന്നത് വളരെ ചുരുക്കം പേരിൽ മാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു തെറ്റ് കാണുന്നിടത്ത് ഒരു ചൂരലെടുക്കുക എന്നുള്ള അധ്യാപകൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു വലിയ ഫോമായി മാത്രം ഇതിനെ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ കുട്ടി പറഞ്ഞതുപോലെ ചുംബനം എന്നുള്ള വാക്കിൻ്റെ പദത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ഉമ്മ, മുത്തം, ഇങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങളും ഇതെല്ലാം തന്നെയും നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ ഒരു പവിത്രമായ മനോഹരമായ ഒരു ഭാവത്തോടു കൂടി കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ് എന്നാണ്. ഇപ്പോൾ ഇവിടെ സിനിമയിൽ ഇത് കാണിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. സിനിമയിൽ ഉൾക്കടൽ എന്നുള്ള സിനിമയിൽ ശോഭ എന്നുള്ള ആ നായികയുടെ നെറ്റിയിൽ വേണു നാഗവള്ളി ചുംബിക്കുന്നുണ്ട്. അതേസമയം ഒരു ലിപ് ലോക്ക് ഒരു സിനിമ വന്നിരുന്നു, രമ്യ നമ്പീഷിനോ മറ്റോ ആയിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ചാപ്പാക്കുരിശ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം തന്നെയും ആ ഒരു പവിത്രത പാലിക്കണം എന്ന് തന്നെയാണ് ഈ 60+ ഓടുന്ന എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇത് ഇവരുമെല്ലാം പ്രായമാവും. അപ്പോൾ ഇത് എക്കാലത്തും ഈ പറഞ്ഞതുപോലെയുള്ള ഭാവങ്ങളെ അതിൻ്റെ സൗന്ദര്യത്തോടും സംസ്കാരത്തോടും കൂടി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ആവശ്യവും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കേരളത്തിന് പുറത്ത് പലതും സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് സ്ത്രീ പീഡനവും അതുപോലെ സ്ത്രീ സുരക്ഷയും ഒക്കെ ആശങ്കയോടെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് ഈ നിങ്ങൾ കാണിക്കുന്ന ഈ സംഭവം, അതായത് നിങ്ങൾ എന്ത് സാമൂഹ്യ ധർമ്മം അനുഷ്ഠിക്കാനാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ പൊതുജനങ്ങൾ ഇങ്ങനെയുള്ള ഒരു പോലീസ് സംവിധാനം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളൊരു പരിവർത്തനം ഉണ്ടാക്കും. ഈ ശിവസേന ചൂരിലെടുത്ത് ആരെയും അടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട സംഭവം ഇതുപോലുള്ള ഒരു സമര സംവിധാനത്തിന്റെ ഭാഗം മാത്രമാണത്. അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയെ ചൂരിൽ ഇപ്പം അങ്ങനെ ഒരു വ്യക്തിയെ അടിക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളെ അറിയിച്ച് പത്രസമ്മേളനം നടത്തി മുൻവിധിയോടുകൂടി പ്രസ്താവിച്ച് നമുക്ക് പോകേണ്ട കാര്യമില്ല. അത് രഹസ്യമായിട്ട് ചെയ്തൊരു കൃത്യമായിരുന്നില്ല. മുൻവിധി നേരത്തെ തന്നെ പത്രസമ്മേളനം വിളിച്ച് പത്രങ്ങളിലൊക്കെ തലേദിവസമൊക്കെ വാർത്ത വന്നിരുന്നു, മംഗളത്തിലൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ വാർത്തകളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുത്തന്നെ തല്ലാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ടേ പോകും. അപ്പോൾ ഇത് ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവർ ചിരിക്കുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ആരെ അറിയിക്കാതെ പോയി തല്ലിയിട്ടുണ്ട്. അതുകൊണ്ടല്ല ചിരിച്ചത്, അതുകൊണ്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞതിൽ ചിരിച്ചതിൽ എനിക്ക് അതിശയോക്തിയൊന്നും തോന്നാറില്ല. കാരണം എന്താ വെച്ചാൽ ആര് ഒരു വഴക്കുണ്ടാക്കാൻ പോയാലും എല്ലാവരോടും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് അകത്താകൂലേ.
ഇത് സ്വാഭാവികമാണ്, ഈ രാജ്യത്തുള്ള നിയമമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളതൊരു സമരത്തിൻ്റെ മാർഗമായിരുന്നു. ഈ ചൂരലെന്ന് പറയുന്നത് ഒരു ശാസനയുടെ പ്രതീകമായിരുന്നു. അതല്ലാതെ ആരെയും കടന്നാക്രമിക്കണമെന്നല്ല. ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെ ചെയ്തിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഈ സമരമാർഗങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ആ നിയമത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഇതേ സമരമാർഗ്ഗങ്ങൾ വീണ്ടും ഞങ്ങൾ അവലംബിക്കും. പക്ഷേ അത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു വാക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിയമം അനുശാസിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് ഞങ്ങളത് തുടരും. അത്യാവശ്യം നീതിബോധമുള്ളൊരു ജനങ്ങൾ താമസിക്കുന്ന നാടായത്. ഇവിടെ ഒരു നിയമവാഴ്ചയുണ്ട്, നിയമസംരക്ഷണത്തിന് പോലീസ് സംവിധാനമുണ്ട്. അവരൊക്കെ നോക്കൂ ഇത്തരം കാര്യങ്ങൾ. ഒരു കാരണവശാലും സദാചാര ഗുണ്ടായിസം വേരുപിടിക്കാൻ ഈ നാട്ടിൽ അനുവദിച്ചുകൂടാ. മറ്റു വിഷയവുമായി അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.